ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കുമളി യൂണിറ്റ് ബീഫ് ഫെസ്റ്റ് നടത്തി. മാംസത്തിനായി കന്നുകാലികളെ വിൽക്കുന്ന നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുമളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ബീഫ് ഫെസ്റ്റും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത്. അതിർത്തി ചെക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഇതേ തുടർന്ന് പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ അബ്ദുൾ റസാഖാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് പിന്നില് രാജ്യത്തെ ജനങ്ങളെ സാമുദായികമായി മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക എന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് BJP ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. സ്വന്തം കൈകൊണ്ട് ബീഫ് പാകം ചെയ്താണ് ഡിവൈഎഫ്ഐ കുമളിയിൽ പ്രതിഷേധിച്ചതും. പാകം ചെയ്ത ബീഫ് വിഭവങ്ങൾ കുമളിയിൽ തന്നെ പ്രവർത്തകർ വിതരണം ചെയ്യുകയും ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സരിൻദാസ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനോദ് ഗോപി, CPM-ന്റെ കുമളി തേക്കടി ലോക്കൽ സെക്രട്ടറിമാരായ വി സിംസൺ, KJ ദേവസ്യ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി. LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷം തൂക്കുപാലത്ത് നടന്നു. ഇതിന്റെ ഭാഗമായി ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. LDF സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് തൂക്കുപാലത്ത് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് ടൗണിൽ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടനകർമ്മം CPM ഏരിയ സെക്രട്ടറി TM ജോൺ നിർവഹിച്ചു. യോഗത്തിൽ ശൈലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KS സജി, KM ശശിധരൻ, KS അനിൽ, രതീഷ്, വിജയകുമാരി S ബാബു, പ്രദീപ് തൂക്കുപാലം, PK രാജപ്പൻ, K രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഭക്ഷണ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം പ്രതിഷേധ ജ്വാല നടത്തി. കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുൻപിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും നയത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നടന്നു വരികയാണ്. കേരളത്തില് ബീഫ് ഫെസ്റ്റായും വിവിധ പ്രചരണ പരിപാടികളിലൂടെ പ്രബുദ്ധ കേരളം ഇതിനെതിരെ കൈകോർത്തു കഴിഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രദേശത്തെ കലാസാംസ്കാരിക പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് ഈ നയത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിയരച്ച് അടുക്കളയിൽ വരെ സംഘപരിവാർ അജണ്ട നടത്തണമെന്ന കാടൻ നീതിയാണ് ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത്. എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും വേട്ടയാടുന്ന ശക്തികൾക്കെതിരെ ജനകീയ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. ഈ പ്രതിരോധ മുന്നേറ്റത്തിൽ ഭാഗവാക്കാകാതെ മൗനം പാലിക്കുന്നതും കുറ്റകരമായ രാജ്യദ്രോഹം തന്നെയാണ്. എഴുത്തുകാരായ K ജയചന്ദ്രൻ, കാഞ്ചിയാർ രാജൻ, കവി KR രാമചന്ദ്രൻ, ജോസ് വെട്ടിക്കുട, മോബിൻ മോഹനൻ, TJ ജോൺ, സണ്ണി പാർക്കണ്ടം, KP സജി, R മുരളീധരൻ, വിശ്വദേവ്, KK സുകുമാരൻ തുടങ്ങിയവർ പ്രതിഷേധ ജാലയ്ക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധിച്ച പാർട്ടി പ്രവർത്തകർ ബീഫ് കറികൾ വിതരണം ചെയ്തു. ഏലം കുരുമുളക് വിലയിടിവിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നെടുങ്കണ്ടം സബ് പോസ്റ്റ് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും നടത്തി. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പതിപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷകദ്രോഹ നയങ്ങൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന സർക്കാരും MPമാരും തയ്യാറാകണമെന്നും വിലത്തകർച്ച സംബന്ധിച്ച പഠനം നടത്തി തറവില നിശ്ചയിക്കുകയും ബജറ്റിൽ തുക നീക്കിവെക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നെടുങ്കണ്ടം ടൗണിൽ കപ്പയും ബീഫ് കറിയും പരസ്യമായി വിളമ്പി ഭക്ഷിച്ചു. യാത്രക്കാർക്കും നാട്ടുകാർക്കും ഇവ വിതരണം നടത്തുകയും ചെയ്തു. പാർട്ടി നേതാക്കളായ മാത്യു മാവുങ്കൽ, ബേബി പതിപ്പള്ളി, ജോസ് പൊട്ടംപ്ലാക്കൽ, വർഗീസ് വെട്ടിയാങ്കൽ, സിബി മൂലേപ്പറമ്പിൽ, സിജോ എലന്തൂർ, ജോസ് ടി ആലപ്പുത്ര, PC മുകുന്ദൻ, കൊച്ചറ മോഹൻ നായർ,
ജോസഫ് ചാക്കോ പുത്തൂർ, ബെന്നി ചെറുമല, ബേബി ഫിലിപ്പ്, ജോസ് ബൂത്തുമൂട്ടിൽ, എം തോമസ്, ടോമി മണ്ണിപ്ലാക്കൽ, ജോഷി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന തൊഴിലാളി നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫെഡറൽ ബാങ്കിനെ കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാനുള്ള മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ സമരം നടത്തി. ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന എല്ലാവിധ തൊഴിലാളി നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കുത്തക മുതലാളിമാർക്ക് ഫെഡറൽ ബാങ്കിനെ തീരെഴുതി നൽകാൻ വേണ്ടി മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന നടപടിയിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായി ബാങ്കിലെ ജീവനക്കാർ സമരം നടത്തുന്നത്. ഇത്തരത്തിലുള്ള മാനേജ്മെന്റിന്റെ അവസാനത്തെ നടപടിയാണ് കോസ്റ്റ് ടു കമ്പനി എന്ന നവീന മുതലാളിത്ത വേതന വ്യവസ്ഥ. ബാങ്കിലെ ഇടപാടുകാർക്കോ ഭൂരിപക്ഷം വരുന്ന താഴേക്കിടയിലുള്ള ജീവനക്കാർക്കോ യാതൊരുവിധ പങ്കാളിത്തമോ നേട്ടമോ ഇല്ലാത്ത നടപടിയാണിതെന്ന് ജീവനക്കാർ പറയുന്നു. ബാങ്കിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് രാജ്യവ്യാപകമായി സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്കിന്റെ കട്ടപ്പന ശാഖയിൽ സംഘടിപ്പിച്ച സമരപരിപാടിയിൽ ഹൈറേഞ്ചിലെ വിവിധ ബാങ്ക് ശാഖകളിൽ നിന്നുമുള്ള തൊഴിലാളികൾ പങ്കെടുത്തു. രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും യാതൊരുവിധ നേട്ടവുമില്ലാത്ത നയങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച സമരപരിപാടികൾക്ക് സംഘടനാ നേതാക്കളായ അബ്രഹാം കെ എ, ചെറിയാൻ കെ എം, റോയ്മോൻ പി ഡി, നിഖിൽ ഐസക്, ഹെർട്ടി ജേക്കബ്, ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാനേജ്മെന്റിന് കഴിയുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. പകർച്ചപ്പനിക്കും ഡെങ്കിപ്പനിക്കുമെതിരെ കമ്പളികണ്ടം കൊന്നത്തടി പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പകർച്ചപ്പനിക്കും ഡെങ്കിപ്പനിക്കുമെതിരെ കൊന്നത്തടി പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മുതിരപ്പുഴ ഇഞ്ചപ്പതാൽ മേഖലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രദേശത്തെ വീടുകൾ തോറും കയറിയിറങ്ങി ആരോഗ്യ പ്രവർത്തകർ ബോധവൽക്കരണം നടത്തി. മഴക്കാല പൂർവ്വ ശുചീകരണം, ജലസ്രോതസ്സുകളുടെ ശുചീകരണം, കൊതുക് നിവാരണം എന്നീ പ്രവർത്തനങ്ങൾക്കാണ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്നത്. പനി ബാധിക്കുന്നവർ സ്വയം ചികിത്സയ്ക്ക് മുതിരരുതെന്നും ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തണമെന്നും കമ്പളികണ്ടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപു കൃഷ്ണ അറിയിച്ചു. ഏത് പനിയും മാരകമാകാം. പനി പല രീതിയിലുള്ള പനികളുണ്ട്. മഴക്കാലത്ത് പ്രത്യേകിച്ചും പനിയും ജലദോഷവും പതിവാണ്. എന്നിരുന്നാലും ഏത് രീതിയിലുള്ള പനിയും മാരകമാകാം. H1N1, ഡെങ്കിപ്പനി, അങ്ങനെ പല പനികളുടെയും എല്ലാത്തിൻ്റെയും ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് പനി, മേലുവേദന, അങ്ങനെയുള്ള ചെറിയ ലക്ഷണങ്ങളാണ്. അപ്പം ജനങ്ങളോട് പറയാനുള്ളത് എന്ത് പനി വന്നാലും സ്വയം ചികിത്സിക്കാതെ അല്ലെങ്കിൽ സ്വയം മരുന്ന് വാങ്ങി കഴിക്കാതെ കൃത്യമായിട്ട് ആശുപത്രിയിൽ പോയി രോഗനിർണയം നടത്തിയതിനു ശേഷം മാത്രം ചികിത്സിക്കുക. വാർഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകരായ OP അനിൽ, TA സാൻഡി, സിബി തോമസ്, ബിന്ദുമോൾ, സാലി ടോമി, PC മേരിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ഉറവിട നശീകരണവും നടത്തി. പരിപാടികളുടെ ഭാഗമായി പ്രദേശത്ത് വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചുരുളിയിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണവും ഉറവിട നശീകരണവും സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ 2 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. പരിപാടികളുടെ ഭാഗമായി അഞ്ചുരുളിയുടെ പരിസര പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകളും വച്ചുപിടിപ്പിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ചുരുളിയുടെ സമഗ്രമായ വികസനവും പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെയും വൃക്ഷത്തൈ നടീലിന്റെയും ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് നിർവഹിച്ചു. ഏതൊരു വിനോദസഞ്ചാര മേഖലയിലും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെയും മാലിന്യങ്ങളുടെ പ്രശ്നം ഒരു ഗൗരവമായ പ്രശ്നമായി വന്നിരിക്കുകയാണ്. നമ്മൾ കുറേ പദ്ധതികളെല്ലാം ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. DPCയുടെ അനുമതിയും നമുക്ക് അതിന് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ പ്രാഥമികമായി ചില പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സന്ദർഭത്തിൽ നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നാണ് ഇവിടെ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഗൗരവമായി കണ്ടുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ ഇടപെടേണ്ടത്. ഹരിത കേരള മിഷന്റെയും ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെയും ഭാഗമായി 12,500ഓളം മരത്തൈകൾ ഗ്രാമപഞ്ചായത്തിൽ വച്ചുപിടിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പരിസരങ്ങളിൽ വളർന്നു നിന്നിരുന്ന കാടുകൾ വെട്ടിനശിപ്പിക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. വാർഡ് മെമ്പർ ഷീന ജേക്കബ് പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് ബി നായർ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.
പഴേരിക്കണ്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 25ാമത് വാർഷിക പൊതുയോഗവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും നടത്തി. ഉൽപാദന രംഗത്ത് ഇടുക്കി ജില്ലയിലെ തന്നെ മികച്ച ക്ഷീരസംഘമായ പഴേരിക്കണ്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 25ാമത് വാർഷിക പൊതുയോഗവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങുമാണ് സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവൻ തോന്നക്കാക്കുടി നിർവഹിച്ചു. പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകനെ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ചന്ദ്രൻകുഞ്ഞ് ആദരിച്ചു. ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകയെ വാർഡ് മെമ്പർ സന്തോഷ് കുമാറും ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ അളന്ന കർഷകനെ പഴേരിക്കണ്ടം VFECK പ്രസിഡന്റ് സിബിച്ചൻ മാത്യുവും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നമെടുത്ത കർഷകനെ സംഘം പ്രസിഡന്റ് KM മോഹനനും ആദരിച്ചു. പരിപാടികളിൽ ബോർഡ് മെമ്പർ ധന്യാനോബി, സെക്രട്ടറി സൗമ്യ സുദേശ്, ബോർഡ് മെമ്പർ ഓമന ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴേരിക്കണ്ടം. പോത്തിൻകണ്ടം SNUP സ്കൂൾ സുവർണ ജൂബിലി നിറവിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. 1968 ആരംഭിച്ച പോത്തിൻകണ്ടം SNUP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് നടക്കുന്നത്. പാഠ്യേതര രംഗത്ത് ഇന്ന് ഇടുക്കി ജില്ലയിലെ ഒന്നാമത്തെ സ്കൂളായി പോത്തിൻകണ്ടം SNUP സ്കൂൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ജില്ലാ ശാസ്ത്ര കലാമേളകളിൽ സ്കൂൾ ചാമ്പ്യന്മാരായിരുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ നെടുങ്കണ്ടം സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചതും SNUP സ്കൂളിൽ നിന്നാണ്. കായിക രംഗത്ത് ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി കായിക പ്രതിഭകളെ സംഭാവന ചെയ്യുവാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളുടെ കടന്നുകയറ്റത്തിനിടയിലും 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ പൊതുവിദ്യാലയം സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള സാധാരണക്കാർക്ക് ആശ്രയ കേന്ദ്രം കൂടിയാണ്. സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. സുവർണ ജൂബിലി മന്ദിരം, സ്വാതന്ത്ര്യം പദ്ധതിയിലൂടെ വീടില്ലാത്ത കുട്ടികൾക്ക് വീട്, ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ മാസവും ഒരു പൊതുപരിപാടി എന്നിങ്ങനെ ഒരു വർഷത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ വൈദ്യുത വകുപ്പ് മന്ത്രി MM മണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജൂൺ 1 വ്യാഴാഴ്ചയാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടക്കുക. 1968 സ്ഥാപിതമായ പോത്തുങ്കണ്ടം SNUPSന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി ശ്രീ MM മണി ഈ അവസരത്തിൽ നിർവഹിക്കുന്നതും സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഇടുക്കിയുടെ ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നത്, ആധുനിക രീതിയിൽ സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള പാചകപ്പുരയുടെ ഉദ്ഘാടനം ഉടുമ്പിച്ചോലയുടെ മുൻ MLA ബഹുമാനപ്പെട്ട KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ CM ബാലകൃഷ്ണൻ, സ്കൂൾ മാനേജർ NK പൊന്നൻ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ KN ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK കുഞ്ഞുമോൻ, PTA പ്രസിഡന്റ് KJ മാനുവൽ, സ്റ്റാഫ് സെക്രട്ടറി KR ഷാജിമോൻ, മുൻ മാനേജർ KB സുകുമാരപ്പണിക്കർ എന്നിവർ പങ്കെടുത്തു. അമൃതം പൊടി കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കി കുമളിയിലെ അംഗനവാടി പ്രവർത്തകർ. ചോറ്റുപാറ മേഖലയിലെ വിവിധ അംഗനവാടികൾ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുമളി ചോറ്റുപാറ മേഖലയിലെ വിവിധ അംഗനവാടികൾ സംയുക്തമായിട്ടാണ് ചോറ്റുപാറ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് അംഗനവാടികൾ ലഭിക്കുന്ന അമൃതം പൊടി കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങളുടെ പ്രദർശനമൊരുക്കിയത്. അമൃതം പൊടിയുടെ ഉപയോഗം കൂട്ടുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. അമൃതം പൊടി കൊണ്ട് തയ്യാറാക്കിയ വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പ്രദർശനം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് നിർവഹിച്ചു. അംഗനവാടിയിൽ നിന്നും 5 പേരെ വീതം സെലക്ട് ചെയ്തുകൊണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള അതിന് അവർക്ക് ഒരു പ്രചോദനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അതിന് പ്രത്യേകമായിട്ട് ഈ 5 അംഗൻവാടികളിലെയും ടീച്ചർമാരെ, ഹെൽപ്പർമാരെ പ്രത്യേകം അഭിനന്ദിക്കുക. അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുത്ത ICDSന്റെ സൂപ്പർവൈസർമാരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കുമളി ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡംഗം അജേഴ്സ് ബിരാന്റെ അധ്യക്ഷൽ കൂടിയോഗത്തിൽ ICDS സൂപ്പർവൈസർ രാധാമണി BS, ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാരാജൻ, രുക്മിണി, PTA പ്രസിഡന്റ് ബാലകൃഷ്ണൻ, കമ്മിറ്റി അംഗം ജഗദീഷ് എന്നിവരും സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി. പ്രവേശനോത്സവത്തിനൊരുങ്ങി ജില്ലയിലെ സ്കൂളുകൾ. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ വിദ്യാഭ്യാസ വർഷത്തെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഹൈറേഞ്ചിലെ സ്കൂളുകൾ എല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു.
ഇത്തവണ പാഠപുസ്തകങ്ങൾ നേരത്തെ ലഭിച്ചതിനാൽ ആദ്യ ടേമിൽ തന്നെ ക്ലാസുകൾ ഊർജിതമാക്കാമെന്നാണ് അധ്യാപകരുടെ പ്രതീക്ഷ. SSLC, +2 പരീക്ഷകളിൽ ഹൈറേഞ്ചിലെ ഗവൺമെന്റ് സ്കൂളുകൾ ഉന്നത വിജയം നേടുകയുണ്ടായി. ത്രിതല പഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയും ഫണ്ട് പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൌകര്യങ്ങളും ഗവൺമെന്റ് സ്കൂളുകളിൽ നടത്തിക്കഴിഞ്ഞു. ഹൈടെക് സ്കൂളുകളായി ഉയർത്തിയ പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, രാജാക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹൈടെക് മാതൃകയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുവാൻ PTA കമ്മിറ്റികൾ ശ്രമം തുടങ്ങി. പൊതുവിദ്യാലയങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ മുൻകാലങ്ങളെക്കാൾ ആവേശത്തോടെ രംഗത്തുണ്ട്. വജ്ര ജൂബിലി വർഷത്തിലെത്തിയ പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ കൊന്നത്തടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടക്കും. അധ്യാപന വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാഫും എല്ലാം ട്രെയിനിങ്ങിന്റെ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ BRC പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടനം പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം ഇവിടെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. PTA കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. DYFI പാറക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പാറക്കടവ് അംഗനവാടിയിൽ നടന്ന പരിപാടി DYFI ബ്ലോക്ക് സെക്രട്ടറി ജിബിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. DYFI പാറക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പാറക്കടവ് അംഗനവാടിയിൽ നടന്ന പരിപാടി DYFI ബ്ലോക്ക് സെക്രട്ടറി ജിബിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനാണ് DYFI ലക്ഷ്യം വെക്കുന്നത്. DYFI യൂണിറ്റ് പ്രസിഡന്റ് അമ്പിളി പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു. പരിപാടികളുടെ ഭാഗമായി ജിബിൽ മാത്യു കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DYFI ബ്ലോക്ക് ട്രഷറർ എബി മാത്യു, CPIM ബ്രാഞ്ച് സെക്രട്ടറി അനു MS എന്നിവർ പരിപാടികളിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പണിക്കൻകുടി യൂണിറ്റ് വാർഷികവും തിരഞ്ഞെടുപ്പും നടന്നു. വ്യാപാര വ്യവസായി ഏകോപന സമിതി പണിക്കൻകുടി യൂണിറ്റ് വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് KN ദിവാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് EP ഏലിയാസ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ഭാരവാഹികളായി ഷാജി കണക്കഞ്ചേരി, സാജു ജോസഫ്, MR രാമചന്ദ്രൻ, ഷൈജു PM, ബിജുമോൻ CB എന്നിവരുൾപ്പെട്ട 11-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തക പ്രീത മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. CMC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നെടുങ്കണ്ടത്ത് നടന്നു. 70ഓളം പേരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. CMC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ അവധിക്കാല സ്വയം തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നെടുങ്കണ്ടത്ത് നടന്നു. സിയോൻ പകൽ വീട്ടിൽ വെച്ചാണ് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നത്. പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ജ്ഞാനസുന്ദരം നിർവഹിച്ചു. യോഗത്തിൽ സിസ്റ്റർ മേഴ്സീന അധ്യക്ഷത വഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സോഷ്യൽ വർക്ക് കൗൺസിലർ സിസ്റ്റർ ബിനോയ് നിർവഹിച്ചു. സിസ്റ്റർ ചൈതന്യ, ജെസ്സി ജെയിംസ്, ലിസി ജെയിംസ്, മേഴ്സി സ്റ്റീഫൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി 70ഓളം പേർക്കാണ് പരിശീലനം നൽകിയത്. തയ്യൽ, എംബ്രോയിഡറി, ഓയിൽ പെയിന്റിംഗ്, നെയ്ത്ത്, കൊന്തകട്ടൽ എന്നിവയിലാണ് പരിശീലനം നൽകിയത്. സിസ്റ്റർ ചൈതന്യ CMC, മേഴ്സി സ്റ്റീഫൻ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. കുടിവെള്ളക്ഷാമത്തിൽ പൊറുതുമുട്ടി പന്നിയാർ നിരപ്പ് ഗ്രാമം. കൊന്നത്തടി പഞ്ചായത്തിലെ പന്നിയാർ നിരപ്പുകാർക്ക് കുടിവെള്ളമില്ല. കഴിഞ്ഞ 5 മാസക്കാലമായി പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾ വില കൊടുത്താണ് കുടിവെള്ളം വാങ്ങുന്നത്. കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും പൊന്മുടിപ്പുഴയെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. പൊന്മുടിപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. കാലവർഷം ശക്തിയാർജിച്ചില്ലെങ്കിൽ ഇനിയും പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. പന്നിയാർ നിരപ്പുകളിലെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ വറ്റി വരണ്ട നിലയിലാണ്. വെള്ളം ഞങ്ങൾ പൈസ കൊടുത്താണ് വെള്ളം മേടിച്ചുകൊണ്ടിരുന്നത്. 1000 ലിറ്റർ വെള്ളത്തിന് 400 രൂപ വെച്ച് കൊടുത്ത് എല്ലാവരും വെള്ളം മേടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഈ പ്രദേശത്തെ വെള്ളമില്ലായിരുന്നു. അടുത്ത് പൊന്മുടിപ്പുഴ ഉണ്ടെന്ന് പറഞ്ഞാലും അതിലെ വെള്ളമൊക്കെ പറ്റിയ അവസ്ഥയിലാണ്. ഞങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് വന്നാണ് ഓരോ കുടുംബത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുത്തിയിരിക്കുന്ന കിണറുകളും അതുപോലെ തന്നെ കുഴൽക്കിണറുകളും ഒരു 1-2 മഴ പെയ്തപ്പോഴത്തേക്ക് അത് വറ്റി പോകാനുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെയ് 31 അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനാചരണം നടത്തി. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പുകയില വിരുദ്ധ സന്ദേശ ദിനാചരണ റാലി കട്ടപ്പന DYSP NC രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനാചരണം നടത്തിയത്. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പുകയില വിരുദ്ധ സന്ദേശ ദിനാചരണ റാലി കട്ടപ്പന DYSP NC രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെമ്പാടും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് പുകയില വിഭാഗം തുടങ്ങിയുള്ള ക്യാൻസർ ബാധ മൂലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് കുട്ടികൾക്കും.
ഓരോ പുകയില ഉൽപ്പന്നത്തിലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങിക്കുകയും നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവനെ അപകടത്തിലാക്കുന്ന രീതിയാണ്. സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ്, ഗവൺമെന്റ് ITI വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ, ആരോഗ്യവകുപ്പ് അധികൃതർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ പൊതുസമ്മേളനവും ചേർന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. തൂക്കുപാലത്ത് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 2016-17 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൂക്കുപാലത്ത് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടന നടന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവപ്രസാദ് തണ്ണിപ്പാറ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. KR സുകുമാരൻ നായർ, ടോമി പ്ലാവുച്ചതിൽ, വാർഡ് മെമ്പർ വിജി ഷാജി, MS സിദ്ദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുകേഷ് മോഹനൻ, ബിജു തകടിയേൽ, INTUC മണ്ഡലം പ്രസിഡന്റ് NG രാജു, പ്രസന്നൻ പുളിക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി ചിന്ത തുടങ്ങിയവർ പ്രസംഗിച്ചു. മരിയാപുരം പഞ്ചായത്ത് കുടുംബശ്രീയുടെ വാർഷികാഘോഷങ്ങൾ നടന്നു. വൈസ് പ്രസിഡന്റ് സീമോൻ വാസു ഉദ്ഘാടനം നിർവഹിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് തല കുടുംബശ്രീ CDSന്റെയും ബാലസഭയുടെയും 19ാമത് വാർഷികാഘോഷ പരിപാടികളാണ് നടത്തിയത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളോടുകൂടി നടത്തിയ ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീമോൻ വാസു ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ കാലം എത്തുന്ന കാലം എത്തിക്കഴിയുമ്പോഴത്തേക്ക് പല മാതാപിതാക്കളും കുട്ടികളുടെ കാര്യത്തിൽ ആ കൊച്ചുനാളിൽ കാണിക്കുന്ന ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടോ എന്ന് പുനരൊന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലം ഒരുപാട് മാറി എന്ന് ഞാൻ സൂചിപ്പിച്ചു. കാരണം എന്തെന്നാൽ ഒരു വിരൽത്തുമ്പിൽ നമ്മുടെ ഇന്നത്തെ മൾട്ടിമീഡിയയിലെ പല പ്രോഗ്രാമുകളും ഒരു വിരൽത്തുമ്പ് കൊണ്ട് അവൻ മനസ്സിലുദ്ദേശിക്കുന്ന ഏത് വിഷയം, അവനോ അവളോ ആയിക്കോട്ടെ, മനസ്സിലുദ്ദേശിക്കുന്ന ഏതൊരു വിഷയവും ആളുകൾക്ക് വളരെ നിഷ്പ്രയാസം എടുക്കുവാനും അത് ഉദ്ദേശിക്കുന്ന ഏത് വിഷയത്തിലേക്കും കയറി ചെല്ലുവാനും അത് ഏത് വിഷയമായിക്കോട്ടെ അവർക്കത് മനസ്സിലാക്കുവാനും പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. CDS ചെയർപേഴ്സൺ ആലീസ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജൂബി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ബാങ്ക് ചെറുതോണി ബ്രാഞ്ച് മാനേജർ PYU കാർത്തിക്, മെമ്പർ സെക്രട്ടറി ജോബിഷ ജോസ്, റെനി ഷിബു തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP വിഭാഗം ഹെഡ്മിസ്ട്രസ് ആയിരുന്ന ഷെർലിമോൾ ഫിലിപ്പിന് യാത്രയയപ്പ് നൽകി. മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP വിഭാഗം ഹെഡ്മിസ്ട്രസ് ആയിരുന്ന ഷേർലി ഫിലിപ്പ് 9 വർഷക്കാലമായി സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു. ആറക്കുളം വിദ്യാഭ്യാസ ജില്ലയിലെ കരിപ്പിലങ്ങാട് ഗവൺമെന്റ് UP സ്കൂളിലേക്കാണ് ഷേർലി ഫിലിപ്പ് തലമാറിപ്പോകുന്നത്. PTA പ്രസിഡന്റ് ജെയിംസ്, സ്കൂൾ വികസന സമിതി പ്രവർത്തകരായ BK സലീം, BP തമ്പി, പ്രകാശ് നരിക്കുഴിയിൽ തുടങ്ങിയവർ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. നെടുങ്കണ്ടം കോടതി ജംഗ്ഷനിൽ ഏജിയസ് ടയർ വേൾഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ജ്ഞാനസുന്ദരം ഉദ്ഘാടനം നിർവഹിച്ചു. നെടുങ്കണ്ടം കോടതി ജംഗ്ഷന് സമീപമായി ഏജിയസ് ടയർ വേൾഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ഓട്ടോമാറ്റിക് ടയർ ചേഞ്ചിങ്, നൈട്രജൻ ഫില്ലിംഗ് തുടങ്ങിയവയും എല്ലാ ബ്രാൻഡുകളുടെയും ടയറുകളും ഇവിടെ ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ജ്ഞാനസുന്ദരം നിർവഹിച്ചു. ഉടുമ്പൻചോല തഹസിൽദാർ ഭാനുകുമാർ, മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, കരുണാശുപത്രി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് വിരുന്നാട്ട്, NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, നൂർ മുഹമ്മദിയ ജുമാ മസ്ജിദ് ഇമാം മൂസ നജ്മി, നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രം മേൽശാന്തി രജീഷ് ശാന്തികൾ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബുദ്ദീൻ യൂസഫ് എന്നിവർ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R സുരേഷ് ആദ്യ വിൽപ്പനയും SNDP യൂണിയൻ സെക്രട്ടറി സുധാകരൻ അടിപ്ലാക്കൽ ആദ്യ വിൽപ്പന സ്വീകരണവും നടത്തി. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് നടത്തിയ 1 കോടി രൂപയുടെ സമ്മാന വിതരണ നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന ബ്രാഞ്ചിൽ നടന്ന നറുക്കെടുപ്പിൽ ശാന്തിഗ്രാം സ്വദേശി സമ്മാനത്തിന് അർഹനായി. വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് നടത്തിയ 1 കോടി രൂപയുടെ സമ്മാന വിതരണം കട്ടപ്പന ബ്രാഞ്ചിൽ വെച്ച് നറുക്കെടുപ്പ് നടത്തിയത്. ശാന്തിഗ്രാം സ്വദേശി അനീഷ് PT ആണ് സമ്മാനാർഹമായ ബൈക്കിന് അർഹനായത്. അനീഷ് PT, ശാന്തിഗ്രാം PO എന്നയാളിനാണ് കിട്ടിയിരിക്കുന്നത്. മൊബൈൽ നമ്പർ 9947866017. നറുക്കെടുപ്പ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK തോമസ് നിർവഹിച്ചു. മെഗാ നറുക്കെടുപ്പ് ജൂൺ മാസം 2-ന് തൃശൂരിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് റെനോൾട്ട് കാറും സമ്മാനമായി ലഭിക്കും. AH കുഞ്ഞുമോൻ, അനീഷ് ജോസഫ്, മാനേജർ അനൂപ് K ജോൺ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.
ഈ വാർത്തയോടുകൂടി നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടി.വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.